ാണ് മറ്റു വാർത്തകളിലേക്ക്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ പാരമ്യത്തിൽ നിൽക്കെ ഉയർന്ന ഏറ്റവും വലിയ ആരോപണം ഡീൽ എന്നതാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഡീൽ ആരോപണം ഉന്നയിച്ചത്. പാലക്കാട് നിന്ന് തുടങ്ങിയ ഡീൽ ആരോപണം ഇപ്പോൾ 10 മണ്ഡലങ്ങളിലേക്ക് കൂടി വ്യാപിച്ചിരിക്കുന്നു. BJPയുമായി CPIMന് അവിഹിത ബന്ധമെന്നാണ് സതീശൻ കുറ്റപ്പെടുത്തിയത്. ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു ഡീലുണ്ടോ, അതോ പരാജയ ഭീതി കാരണം വി ഡി സതീശൻ ഉയർത്തുന്ന മുൻകൂർ ന്യായമാണോ ഈ ഡീൽ വിവാദം? എന്തായാലും ഇതിന് ഉത്തരം പറയുന്നത് ജനങ്ങളാണ്. ഇസത്ത് കുറച്ച് ആളുകളോട് ചോദിച്ചിട്ടുണ്ട്, എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന് നോക്കാം. തെരഞ്ഞെടുപ്പ് കാലമെടുക്കുമ്പോൾ എപ്പോഴും ഉയരുന്നൊരു ആരോപണമാണ് ഡീൽ ആരോപണം. ഇത്തവണയും അത് ഉയർന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും 10 മണ്ഡലങ്ങളിൽ CPM BJP ഡീൽ നടക്കുന്നുവെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. ഇതിനെക്കുറിച്ച് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം. BJP CPM ഒരിക്കലും ഡീലുണ്ടാവില്ലല്ലോ. കോൺഗ്രസും BJP ഡീലൊക്കെ പിന്നെ സംഭവമുണ്ട്. അതൊന്നും സാധ്യതയില്ല. അത് ഇതിനേക്കാൾ അവരെതിരാണ്. ഇത് പിന്നെയും പറയാം, അത് പിന്നെയും പറയാം. മറ്റത് ഉണ്ടാവില്ല. അത് പ്രധാന എതിരാളിയാണ്. ഒരു ഡീലും ഉണ്ടാവില്ല. ഇപ്രാവശ്യം എല്ലാവരും സെപ്പറേറ്റ് ആയിട്ട് സ്ട്രോങ് ആയിട്ട് മത്സരിക്കും. എല്ലാവരും പൈസയുണ്ട്, എല്ലാവർക്കും സ്ട്രെങ്ത്തും ഉണ്ട്. അതില്ല, കാരണം BJPക്കും അവർക്ക് സീറ്റ് കിട്ടേണ്ടത് അത്യാവശ്യമല്ല. പിന്നെ ഡീല് നടത്തിയിട്ട് എന്താ കാര്യമുള്ളൂ. കോൺഗ്രസും BJP ഡീൽ ഉണ്ടാവും അതും എനിക്ക് തോന്നണില്ല. പൊതുവായൊരു നോർമൽ രീതിയിൽ ഒരു ഇലക്ഷൻ നടക്കുന്നു തന്നെ തോന്നുന്നത്. അങ്ങനെ ഒരു സ്ട്രാറ്റജി അവിടെ യൂസ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അതെല്ലാ പാർട്ടിക്കാരും പരസ്പരം അങ്ങോട്ട് പറയുന്നതല്ലേ. ഡെവലപ്മെന്റ് കൊണ്ടുവരുന്നവർ വരട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെയൊന്നുമില്ല. അത് പരസ്പരം ചെളിവരെ അറിയാൻ വേണ്ടി എല്ലാവരും പരസ്പരം പറയുന്നു മാത്രം. ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട് അതിനുള്ള സാധ്യത വളരെ കുറവാണ്. ഇലക്ഷൻ വരുമ്പോൾ ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ BJPന്റെ ഭരണത്തിനെതിരെയൊക്കെ ഒരുപാട് പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ CPMന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇലക്ഷൻ വരുന്ന സമയത്ത് BJPന്റെ കൂടെ ഒരു ഡീൽ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ആര് വന്നാലും വികസനം വരണമെന്നാണ് ജനങ്ങളുടെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഡീൽ ആരോപണങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല. കൊച്ചിയിൽ നിന്നും ക്യാമറ പേഴ്സൺ അക്ഷയിനോടൊപ്പം ഇസത്ത് സുൽഫിക്കർ, ന്യൂസ് മലയാളം. കൊച്ചിയിലുള്ള കൂടുതൽ ആളുകളും പറയുന്നത് അങ്ങനെ ഒരു ഡീൽ ഉണ്ടാവാൻ സാധ്യതയില്ല, പ്രത്യേകിച്ചും CPIMും BJPയും തമ്മിൽ എന്നുള്ളതാണ്.